ഹായ് പ്യാരെ വെച്ച നസാറാണ്. എല്ലാ മക്കളും പരീക്ഷയ്ക്ക് വേണ്ടി നല്ല അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷയിൽ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് മാഷ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ വേഗത്തിൽ നമുക്ക് നോക്കാം. ഗണ്ട് പടേ ഓർ പ്രശ്നോं के उत्तर लिखे. എന്നിട്ട് നമുക്ക് ഗണ്ഡിക വായിക്കാം. നീതു സാത്വീം കക്ഷാമേ പഠിത്തി ഹെ. നീതു 7ാം ക്ലാസ്സിലാണ് നിങ്ങളെ പോലെ പഠിക്കുന്നത് അല്ലെ. നീനുക്ക ജന്മദിനം, നീനുവിന്റെ ജന്മദിനം 16 ഡിസംബർ 2024. 16 ഡിസംബർ 2024 ജന്മദിനം. ഇനി നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. നീനുക്കോ ബധായി ദേത്തെ ഹുയി ബർത്ത്ഡേ കാർഡ് തയ്യാർ കരേ. നീനുവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ബർത്ത്ഡേ കാർഡ് തയ്യാറാക്കണം. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് തയ്യാറാക്കാം. നമ്മൾ മനോഹരമായിട്ടുള്ള കള്ളി വരച്ച് ആർക്കാണോ നമ്മൾ ബർത്ത്ഡേ കാർഡ് തയ്യാറാക്കുക അവരെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ വിശേഷിപ്പിക്കണം. അപ്പൊ പ്രിയ സഹേലി നീനു, നീനുവിനാണ് ജന്മദിൻ ക ഹാർദിക് ശുഭകാമനായം അല്ലെ. ജന്മദിനാശംസകൾ നമ്മൾ നേർന്നുകൊണ്ട് അവരുടെ ഡേറ്റ് കൊടുക്കുന്നു 16 ഡിസംബർ 2024. പിന്നെ പ്യാർ കെ സാത്ത് അല്ലെ, നിങ്ങളെ അഭിസംബോധന ചെയ്യണം. നിങ്ങളെ അവിടെ എന്ത് ചെയ്യണം? രേഖപ്പെടുത്തണം. തുമാരാ ദോസ്ത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ നാം, നിങ്ങളുടെ പേര് എന്ത് ചെയ്യുക? അവിടെ രേഖപ്പെടുത്തുക. ഇത്തരത്തിൽ രേഖപ്പെടുത്തിയാൽ 4 മാർക്ക് നമുക്ക് ലഭിക്കും. പിന്നെ നമ്മൾ പറഞ്ഞ നീനു ക ജന്മദിൻ കബ് ഹെ, നീനുവിന്റെ ജന്മദിനം എന്താണ്? അപ്പൊ നമുക്കറിയാം ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു നീനു ക ജന്മദിൻ 16 ഡിസംബർ 2024. അത് നേരെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ എടുത്ത് എഴുതി കൊടുത്താൽ മതി. അപ്പൊ ഇതിന് 4 മാർക്കും അതേപോലെ ഇതിന് 1 മാർക്കും കിട്ടും. ടോട്ടൽ ഈ ആക്ടിവിറ്റിക്ക് 5 മാർക്ക് എന്റെ മക്കൾക്ക് ഈ വരുന്ന പരീക്ഷയിൽ കിട്ടും. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ഈ വരുന്ന പരീക്ഷയിൽ നിങ്ങളോട് ചോദിക്കും. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം മക്കൾ അടിപൊളിയായിട്ട് പഠിച്ചോ. അഗല ക്ലാസ് മേ സർഫർ മിലേഗാ. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.